ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടാലോ. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറുമുറു എന്നുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചെറിയ സ്റ്റീലിൻ്റെ കപ്പുകളുണ്ടല്ലോ അതായാലും മതിയാവും കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം അങ്ങ് കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം എടുത്ത അതേ കപ്പിൽ 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം അങ്ങ് വറ്റി പോവുകയും ചെയ്യും, റവ അങ്ങനെ വലുതായിട്ട് കുക്കായി കിട്ടുകയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി റവ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് തണുക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റവ ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിപ്പൊടി കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതിനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവോള വേണമെങ്കിൽ അതും ചേർക്കാം, കുറേശ്ശെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചേർക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. ഇനി ഇതിലേക്ക് അരിപ്പൊടി പോരാ എന്ന് തോന്നിയത് കൊണ്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും, കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതിൽ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2 കൈയിലും നന്നായിട്ട് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു നാരങ്ങ വലിപ്പത്തിനുള്ളൊരു ബോൾ എടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അതിലൊരു ഹോളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ വരും കേട്ടോ. കുഴപ്പമില്ല, നമ്മളത് ഷേപ്പാക്കി എടുക്കില്ലേ. ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമുക്ക് ഈ സ്നാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. സ്നാക്ക് ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒരിക്കലും കുറച്ച് വെക്കാൻ പാടില്ല, മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നന്നായിട്ട് ഇതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും, മൂത്ത് കിട്ടാനും പാടായിരിക്കും. ഇതിലിപ്പോൾ നമ്മൾ റവ കുക്ക് ചെയ്തതായതുകൊണ്ട് ഒരുപാട് ഇത് കുക്കാവാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാകും. നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുക്കാവുന്നതാണ്. ഫ്ലെയിം എപ്പോഴും കൂട്ടി വെച്ചിട്ട് വേണം നമ്മൾ അതിൽ നിന്ന് കോരിയെടുക്കാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ അടുത്തത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളിയാണ് കേട്ടോ. നല്ല കറുമുറു എന്നുള്ള സ്നാക്കാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റായിട്ടുള്ള സ്നാക്കാണ്. മല്ലിയിലയും പുതിനയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിനി